എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ടൈറ്റിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളുടെ ഒരു ക്വാറൻറ്റൈൻ ഡേ എങ്ങനെയാണ്, ക്വാറൻറ്റൈനായിട്ട് നമ്മളെങ്ങനെയാണ് ഒരു ദിവസം തള്ളി നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് അതിനനുസരിച്ച് നമ്മൾ എൻജോയും ചെയ്യുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ ഒരുമിച്ചിരിക്കുന്ന കുറേ ഡേയ്സ് അത് നമ്മൾ എൻജോയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴൊരു ബോറടിയിലേക്ക് മാറാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം ഒരു 10-11 ദിവസം കഴിഞ്ഞു. എന്ത് വീഡിയോ ഇടും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അഖിൽ പറയുന്നത് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പം ഇന്ന് ചിക്കൻ ബിരിയാണീൻ്റെ ഒരു റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അല്ല, വലുതായിട്ടല്ല കേട്ടോ, സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. നമ്മൾക്ക് കുറേ സാധനങ്ങൾ ഷോർട്ടേജുമാണ്. ഇപ്പം സാധനങ്ങളൊന്നും കറക്റ്റ് സമയത്ത് കിട്ടുന്നില്ലല്ലോ. ഇവിടെയൊക്കെ എല്ലാം നമ്മൾ വിചാരിക്കുന്ന എല്ലാ സാധനം അങ്ങനെ കിട്ടുന്നില്ല, സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. പിന്നെ നോൺ വെജ് ആയിട്ടുള്ള സാധനങ്ങളോ പിന്നെ മീൻ ഒന്നൊക്കെ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം കിട്ടിയപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഒരു പ്ലാനായി. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതും പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് ഈ സമയം വീട്ടിലിരുന്നിട്ട് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പം എല്ലാ ടൈമും നമ്മളെങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാം. പിന്നെ രാവിലെയൊക്കെ ഒന്നും ചെയ്യാനില്ല. രാവിലെയൊക്കെ ലേറ്റായിട്ട് എനിക്ക് ആരും പ്രതീക്ഷിക്കാനില്ല, ആരും വരും എന്നുള്ളൊരിതില്ല. അപ്പോൾ എപ്പം നീറ്റാലും പിന്നെ ആരും ഇങ്ങോട്ട് വരാറേ ഇല്ല. കുറേ കാലങ്ങളായിട്ട് ആരും വരാറുമില്ല. ഈ ഒരു സംഭവം വന്നതിന് ശേഷം ആരും വരലുമില്ല. അപ്പോൾ നമുക്കാരും പ്രതീക്ഷിക്കാനില്ല. അപ്പം ലേറ്റായിട്ട് എനിക്ക് ആ സിനിമ കാണുക, കുട്ടികളെ കാര്യം നോക്കുക, ഇതൊക്കെ തന്നെ മെയിൻ പരിപാടികൾ. ഇന്നലെ ഇപ്പോൾ ഒരു മൂവി കണ്ടു. അപ്പോൾ ഇന്ന് അതിൻ്റെ രാവിലെ അത് കംപ്ലീറ്റ് ചെയ്ത് ഇതൊക്കെ തന്നെ പണി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വെറുതെ ഇരുന്നു. അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുക എന്നൊരു ഇത് വന്നത്. അതുകൊണ്ട് മോർണിംഗിലെ കാര്യങ്ങൾ കുറേ മിസ്സായിപ്പോയി. ഉച്ചയ്ക്ക് ശേഷമുള്ള ബിരിയാണി വീഡിയോയും ബാക്കി കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻജോയ് ചെയ്യാം നമ്മളെ വീഡിയോ. ഇതാട്ടോ അമ്മേൻ്റെ ഗാർഡൻ. ഇത് പണ്ട് നല്ല ഉഷാറായിരുന്നു. നമ്മളെ പ്രളയത്തിൻ്റെ മുൻപ് നല്ല പൂക്കളൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയായിട്ടിരുന്നുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളെ വീട്ടിൽ നല്ല വെള്ളം കയറി, നല്ലോണം വെള്ളം കയറി. ഇതെല്ലാം പകുതിൻ്റെ മേലെ മുങ്ങിപ്പോയി എന്ന് വേണം പറയാൻ. ഫുള്ള് വെള്ളത്തിൻ്റെ അടിയിലായപ്പോൾ എല്ലാം കേടായി, ചെടിയൊക്കെ കേടായി. ഇപ്പോഴാണ് അതിലൊന്ന് ശരിയായി വരുന്നത്. അപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയൊരു സാധനമാണ്. ഉണ്ടാക്കിയതല്ല, വരച്ചത്. കാണിച്ചു തരാം. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വരച്ചതാണ്. അതെ, എന്തൊരു പെർഫെക്ഷനാണ്. എലീൻ്റെ ചിത്രമല്ല, വേറൊരു സാധനം. എലിയല്ല, ഗണപതി. ഇത് അത് കാണിക്കണ്ട, ഇത് ഫുള്ള് കാണിക്കാം. ഉണ്ടാവും. ഇത് കണ്ടോ, ഇതും ഞാൻ ചെയ്തതാ. പക്ഷേ കുറേ കാലത്തിന് മുമ്പാട്ടോ, ഇപ്പോൾ അതൊന്നും ചെയ്യാറില്ല. ഇതൊക്കെ പഠിച്ചപ്പോൾ ചെയ്തതാ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് മാത്രം. ഇത് കണ്ടോ, ഇതും ഞാൻ ചെയ്തതാ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി അഖിലിൻ്റെ വകയാണ്. അപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതിലെന്തൊക്കെയാണ് ചേർത്തത്? ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ഉള്ളി, വലിയ ഉള്ളി, തക്കാളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ലെമൺ ജ്യൂസും തൈരും ഒഴിക്കുക. നല്ല മിക്സ് ചെയ്യുക മൊത്തത്തിൽ. എന്നിട്ടൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത് വേവിക്കുക. എന്നിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട്
അരി ഇതാക്കിയാൽ മതി അല്ലേ? യെസ്. ഓക്കെ. ഞങ്ങളിത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നൈനു ഞങ്ങൾക്കൊരു സർപ്രൈസ് തന്നിട്ടുണ്ട്. ഇതാണ് സർപ്രൈസ്. നൈനു എന്താ കാണിച്ചേ? നൈനു അതിൻ്റെ ഉള്ളിൽ എന്താക്കിയതാ? അപ്പോൾ ഫസ്റ്റ് എന്താ നെയ്യ് ഒഴിക്കുക. പട്ട. എത്ര അരി എടുത്തിരുന്നു? 1 കിലോ അരിയാ? 1 കിലോ അരിയാണ്. ജീരകം. ഇതാണ് മറ്റേ പെരിഞ്ജീരകം. പിന്നെന്താ? ഇപ്പം സാധനങ്ങളുടെ ഷോർട്ടേജ് കൊണ്ട് ഞങ്ങൾ പട്ടയിലും ജീരകത്തിലും ഒതുക്കി, പെരിഞ്ജീരകത്തിലും ഒതുക്കി. ഇത് നന്നായിട്ട് ചൂടായ ഉള്ളിട്ട് കൊടുക്കാം. 4 ഗ്ലാസ്. അപ്പം ഇനി ഇതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാം. അവിടെ ഉണ്ട്, ഞാൻ അടുത്തരാം. പറ. വാടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം അത്യാവശ്യം നല്ലോണം വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. 5 ഗ്ലാസ് അരി കേട്ടോ നമ്മളെടുത്ത്. ഇപ്പോൾ 5 ഗ്ലാസ് അരിക്ക് നമ്മൾ 10 ഗ്ലാസ് ടേബിൾ വെള്ളം ഒഴിക്കാം. ഓക്കെ. വെച്ചിട്ടൊന്ന് കരിയിട്ട് കൊടുക്കാം അല്ലേ? ആവശ്യം ഉപ്പ് കുറച്ചിട്ട് ഇത് നല്ല ഇളക്കിയിട്ട് അടച്ച് തിളപ്പിക്കാം.
കറിവേപ്പില. കുറച്ചായിട്ടുള്ളൂ. ഇപ്പോൾ ബിരിയാണി ആവുന്നേ ഉള്ളൂ, പകുതി ആയിട്ടുള്ളൂ. ഇത് ഹാഫ് കുക്കായിട്ടുള്ളൂ, കുറച്ചും കൂടി ആവാനുണ്ട്. തിളച്ച് തീയൊന്ന് കുറയ്ക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. അത് ചൂടെടുത്ത് ക്ഷീണിച്ചു. നമ്മൾ കുറേ കാലമായില്ലേ ഒരുമിച്ചിട്ട് വീഡിയോ വന്നിട്ട്. അയ്യോ, ഇനി ഇത് അടച്ചു വെക്കാം. അടച്ചു വയ്ക്കാം. ചിക്കൻ പകുതി ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി, കുറച്ചും കൂടിയേ ഉള്ളൂ. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഈ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും നമ്മുടെ നോർമൽ ഇതിനേക്കാൾ. കാല് കണ്ടാ ഇവിടെ എന്താണ് നോണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പുറത്തൊന്നും ഇറങ്ങാത്തത് കൊണ്ട് അതിലും ബുദ്ധിമുട്ട്. നൈനും ഒരു ബിരിയാണി ലവർ അല്ല, അതുകൊണ്ട് അവൾക്ക് സ്പെഷ്യൽ കഞ്ഞിയാണ്. അവൾ കഞ്ഞിയാണ് ഇഷ്ടം. ബിരിയാണിയൊന്നും അങ്ങനെ കഴിക്കില്ല. കുറച്ച് ടേസ്റ്റിയേ ഉള്ളൂ, പിന്നെ ഒന്നും കഴിക്കുന്നില്ല. പരിവെന്ത് ഇനി അമ്മ ഇത് ദമ്മ് ഇടണം. ദമ്മിടാം. അപ്പം ഇനി ദമ്മിടാൻ പോവല്ലേ. എന്താണ് ദമ്മിന് കുറച്ച് ഇങ്ങനെ ഗ്രേവി ആക്കി വെക്കുക അല്ലേ? എന്താണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇപ്പം ഓൾമോസ്റ്റ് കുക്കായാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്. അപ്പോൾ ദമ്മ് പ്രോസസ്സാണ്. കുറച്ച് ഒരിത്തിരി നെയ്യ്. ഇനി അടുത്ത സെറ്റ് ചോറിടണം. അടുത്ത സെറ്റ് റൈസ്.
ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈനോനെയൊക്കെ ഉറക്കി കുറച്ച് നേരം ഫോണൊക്കെ നോക്കും. പിന്നെ ചിലപ്പോൾ ഞാൻ കിടന്നുറങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസിലൊക്കെ വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കും. ഒന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ അമ്മയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും. എന്നിട്ട് മോക്കും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടിയാണ് അവളെ കളിപ്പിക്കുക എന്നുള്ളത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവളെ കാര്യത്തിൽ. നന്നായി കളിച്ച് കഴിഞ്ഞാൽ രാത്രി നന്നായിട്ട് ഉറങ്ങാറുണ്ട്, അല്ലെങ്കിൽ ഉറങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു പാർട്ടി ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് ഇരിക്കലുണ്ട് എല്ലാ ദിവസവും. അപ്പം ബോൾ കളിക്കും, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടും. അങ്ങനെ അവർക്ക് ഒരു ആക്ടിവിറ്റി ഒരു ദിവസം ചെയ്താൽ പിറ്റേന്ന് അത് ബോറടിക്കും. അതുകൊണ്ട് ഓരോ ദിവസം ഓരോ ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ട് വൈകുന്നേരം കളിക്കും കുറച്ച് നേരം. അതാണ് നമ്മളെ മെയിനായിട്ടുള്ള പരിപാടികൾ ഒരു ദിവസം. സാധാരണ ഈ സമയത്ത് ആണ് അമ്മ നനയ്ക്കലൊക്കെ. അപ്പം ഇന്നലെ മഴ പെയ്തതിനെ കൊണ്ട് നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ ഇന്നിപ്പോൾ എന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നനയ്ക്കുന്ന സാധാരണ ഇവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കലുണ്ട്, നനയ്ക്കാനൊക്കെ സഹായിക്കും. അതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടികൾ ഇപ്പോഴത്തെ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അല്ലെങ്കിൽ സാധാരണ ചിലപ്പോൾ ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ പുറത്തൊക്കെ പോകലുണ്ട് രാത്രി. പിന്നെ ഷോപ്പിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും. അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും പോയിട്ട് വരും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പുറത്ത് പോകും. ഇപ്പോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫുൾ ഈവനിങ്ങിന് ശേഷം ഫുൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിപ്പ്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വലുതായിട്ടൊന്നുമല്ല, ചെറുതായിട്ട് വലിയ കാര്യപരിപാടികളൊന്നുമില്ല, അങ്ങനെ ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ടാറ്റാ.